السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റേ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുകൂടലും പിരിയലും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ തൗഹീദിലായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ മരിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റു നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാർദ്ധാപ്യമുണ്ട്. ഇതിനവസരം നൽകിയ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം എന്നുള്ളത് മുസ്ലിം ലോകവും വേട്ടക്കാരും ഇരയുമെന്ന വളരെയധികം കാലിക പ്രശസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പുരസ്കരിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇന്ന് നമ്മുടെ ഈ ലോകത്തിന്റെ അവസ്ഥ? നുണകൾ ചൊല്ലി ചൊല്ലി സത്യമാക്കി മാറ്റുന്ന ഒരു ഇന്ദ്രജാല വിദ്യയുടെ ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ദുഃഖ സത്യം നാം ആമുഖമായി ഗ്രഹിക്കേണ്ടതുണ്ട്. എന്താണ് ഇന്ന് ലോകത്തിൽ മുസൽമാൻ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിമിഷം മുസൽമാൻ അനുഭവിക്കുന്ന വേദന നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ആ വേദനകളെ ഒന്ന് അറിയുകയാണെങ്കിൽ തീർത്തും അതിൻ്റെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ നാം ശ്രമിക്കുമായിരുന്നു. ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവനുള്ള ഭാഗങ്ങളിലൂടെ മുസ്ലിം സമൂഹം വേദനിക്കുന്ന വേദനകൾ എന്തെന്ന് നാം പരിശോധിക്കൽ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ലോകത്തിന്റെ നിഖില ഭാഗങ്ങളിലും ഇന്ന് മുസ്ലിങ്ങൾ വളരെയധികം പീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഫലസ്തീൻ എന്നുള്ളത്. എന്താണ് നമ്മുടെ ഫലസ്തീനിന്റെ അവസ്ഥ? ഫലസ്തീനിൽ പിറന്ന് വീണ കുഞ്ഞിഞ്ഞു പോലും ഒരു ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളിൽ വളരെ ദുഃഖമായി കാണാനിടയായ ഒരു വാർത്തയുണ്ട്. 2 പിഞ്ചു പൈതലുകൾ ജനിച്ച ഉടനെ മരിച്ചുപോയി. അതിന്റെ പിതാവ് ആ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു രംഗമുണ്ട്. കാരണം നമ്മെ പോലുള്ള ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേവലം അതൊരു വാർത്തയാണ്. പക്ഷേ സ്വന്തം അനുഭവിക്കുമ്പോഴുള്ളൂ അതിന്റെ വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഫലസ്തീനിൽ കേവലം എല്ലാ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമാണ് ഫലസ്തീൻ അതിക്രമങ്ങൾ നിരന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലേക്ക് കയറി വരുന്നത് ഒരു ജൂത വിഭാഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഫലസ്തീൻ അഭയം നൽകിയ ആ അഭയാർത്ഥികൾ ഇന്ന് ആ അഭയം നൽകിയ ആളുകൾക്ക് നേരെ ശർപ്പമുയർത്തിക്കൊണ്ട് അവരെ കൊത്തി നോവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഫലസ്തീനിൽ കാണാൻ സാധിക്കുന്നത്. ഈയിടെ പത്രമാധ്യമത്തിൽ കാണാനിടയായ ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. അവിടുത്തെ സൈനികർ പറയുന്നുണ്ട്, ഇസ്രായേൽ സൈനികർ പറയുന്നുണ്ട്, ഫലസ്തീനിൽ നാം പിടിക്കപ്പെട്ട ഓരോ ഇരകളെയും ഞങ്ങൾക്ക് വിട്ടുതരണം. അവരെ ഞങ്ങൾക്ക് ലൈംഗിക ചൂഷണങ്ങൾക്ക് ഞങ്ങൾക്ക് വിട്ടുതരണം. അവരെ ഞങ്ങൾക്ക് ഇരയാക്കണം എന്ന് അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രയും നീചമായ അവസ്ഥയിലേക്ക് ഇന്ന് ഇസ്രായേൽ പോയി കഴിഞ്ഞു. കാരണം മുസൽമാന്റെ നേരെ ഇന്ന് അതിക്രമങ്ങൾ മാത്രമാണ് ഇന്ന് ഫലസ്തീൻ നടക്കുന്നത്. ഇതെല്ലാം കണ്ണു ചുമ്പി നടക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം. അമേരിക്കയെ പോലെയുള്ള ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അവർ മിണ്ടാതിരിക്കുന്നത്? മുസൽമാൻ എന്ന ഒരു വിഭാഗത്തെ തന്നെ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും മിണ്ടാതിരിക്കുന്നത്. എന്തിനേറെ പറയണം, അറബ് രാജ്യങ്ങൾ പോലും തൊള്ള തുറക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അറബ് രാജ്യങ്ങൾ പോലും തൊള്ള തുറക്കാത്തത് എന്തുകൊണ്ട് എന്ന് നാം വലിയ ഒരു പഠനം തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫലസ്തീനിന്റെ അവസ്ഥയെക്കുറിച്ച് നാം പറയുമ്പോൾ ഇന്ന് ഏകദേശം 40,000-ലേറെ ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇന്ത്യ ഈ ലോകത്ത് തന്നെ വളരെയധികം വലിയ ഒരു അക്രമം തന്നെ ആയിക്കൊണ്ട് നമുക്ക് ലോകത്തിന്റെ വലിയൊരു അക്രമമായി മുസ്ലിങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു അക്രമമായി നമുക്കിത് എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. പിന്നീട്
ഗുജറാത്ത് കലാപത്തെ നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഫലസ്തീൻ കവി പാടുന്നുണ്ട്, അവസാന അതിരുകൾക്കപ്പുറം ഞങ്ങൾ എങ്ങോട്ട് പോകും, അവസാന ആകാശത്തിനപ്പുറം കിളികൾ എങ്ങോട്ട് പറക്കും. എത്ര മനോഹരമായ വരികളാണിത്. കാരണം ഇതിലെല്ലാം വലിയ അർത്ഥതലങ്ങളുണ്ട്. ആ മഹ്മൂദ് ദർവേഷ് എന്ന കവിയാണ് ഈ ഒരു വരികൾ രചിച്ചത്. കാരണം ഇതിലെല്ലാം വലിയൊരു പശ്ചാത്തലമുണ്ട്. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പത്രമാധ്യമങ്ങളിൽ കാണാൻ ഇടയായ ഒരു ചെറിയ ഒരു ഫോട്ടോ ഉണ്ട്. ഒരു പിഞ്ച് കുഞ്ഞ് അതിൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട്, ഇനി എനിക്ക് ആരാണ് എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, എന്നെ ഇനി പഴയ പോലെ ആരാണ് എനിക്ക് ചോറുരുളകൾ വാരിത്തരുക എന്ന് വളരെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത അവിടെ നിന്ന് ആ പിഞ്ചു കുഞ്ഞിൻ്റെ നേരെ ഒരു കോട്ടിങ്ങായി പത്രമാധ്യമങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. കാരണം ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഉന്നത മേധാവികൾക്ക് ഒരിക്കലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ അവർക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് എന്ന് പലപ്പോഴും അവരെല്ലാം മറന്നു പോവുകയാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളാണെങ്കിൽ അവർ അയച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിമാണെന്ന് കേട്ടാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളത്. ഈയിടെ നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒന്നും അറിയാത്ത ഒരാളെ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയാക്കിയത്. കേവലം എന്താണ് പ്രശ്നം പോലും അന്വേഷിക്കാതെ അദ്ദേഹം ഒരു കളവുകാരനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി വന്നുകൊണ്ട് അദ്ദേഹത്തിനെ മർദ്ദിച്ച് ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥ പോലും ഇന്ന് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എത്തിക്കൂടാ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം മുഴുവനും മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ ലാ യുഹയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഹയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു ജനതയും തന്റെ സ്വന്തം നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തുകയില്ല. സാഹിത്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, ജനാമേ ധർമ്മം നിജമേ പ്രവൃത്തി, ജനമേ ധർമ്മം നിജമേ നിവർത്തി. ധർമ്മം എന്തെന്നവർക്കറിയാം, പക്ഷെ അതവർ പ്രവർത്തിക്കുന്നില്ല. അധർമ്മം എന്തെന്നവർക്കറിയാം, പക്ഷെ അതവർ ഇല്ലാതെയാക്കുന്നുമില്ല എന്നുള്ളതാണ് ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിമാണോ എന്നാൽ അവൻക്കെതിരെ അതിക്രമങ്ങൾ, എന്നാൽ ഹിന്ദുവാണോ എന്നാൽ അവൻ മാറിക്കളയട്ടെ. ഇന്ന് ഏതൊരു പ്രശ്നമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമാണ് ഇന്ന് പ്രശ്നങ്ങളും വെല്ലുവിളികളും അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപം നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലങ്ങൾ? 2002 നടന്ന ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾക്കിരയായത് മുസ്ലിങ്ങൾ തന്നെയാണ്. ബൽക്കീസ് ബാനു അതിലെല്ലാം ആ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കഥയുണ്ട്. ബുദ്ധൻ ഒരു ദിവസം തന്റെ പ്രജയോട് പറഞ്ഞു, ആ കാണുന്ന കാട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരണമെന്ന് ബുദ്ധൻ തന്റെ പ്രജയോട് പറഞ്ഞു. അപ്പോൾ ആ ബുദ്ധന്റെ പ്രജ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് വെള്ളമെടുക്കുന്ന സന്ദർഭത്തിൽ ആ വെള്ളം കലങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ബുദ്ധന്റെ അടുത്ത് എത്തിക്കൊണ്ട് പറഞ്ഞു, പ്രഭു വെള്ളം കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ വീണ്ടും പറഞ്ഞു, നീ ഒന്നും കൂടി പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രജ വീണ്ടും ആ അരുവിയിലേക്ക് പോയി നോക്കി. അപ്പോൾ ആ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തെളിഞ്ഞ വെള്ളത്തിൽ നിന്ന് കുറച്ച് കോരിക്കൊണ്ട് ആ ബുദ്ധന്റെ അരികിലേക്ക് കൊണ്ട് നീട്ടുന്ന സന്ദർഭത്തിൽ ബുദ്ധൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ലോകം കലങ്ങിക്കടക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരു ദിവസം ലോകം തെളിഞ്ഞു വരും. അതാണ് ഈ ഒരു കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ലോകം തെളിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം ഫലസ്തീൻ ജനത ഒരു തെളിഞ്ഞു വരും, ഇന്ന് അവർക്ക് ഒരു അഭയമുണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെയാണ് അവരെല്ലാം നോക്കിക്കാണുന്നത്. അവർ ഫിലസ്തീൻ എന്ന വളരെ വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ടാണ് അവർ ലോകത്തിന് മുമ്പിൽ പോരാടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ അതിക്രമങ്ങളും അവർക്ക് നേരെ വന്നിട്ട് പോലും അവർ ഒരിക്കലും പതറുന്നില്ല. ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മകുടോദാഹരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.